ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ മേഖലയിൽ രാജ്യം നേടിയ പുരോഗതിയിലൂടെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ US വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും തീരുമാനങ്ങൾ ദേശ താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കയിലേക്കുള്ള സേവനങ്ങൾ ഈ മാസം 25 മുതൽ താൽക്കാലികമായി നിർത്തിവച്ചതായി തപാൽ വകുപ്പ്. പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 7.45 ബില്യൺ $ന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി നടത്തി ഇന്ത്യ. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. ബഹിരാകാശ മേഖലയിൽ രാജ്യം നേടിയ പുരോഗതിയിലൂടെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂതന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ISRO സംഘടിപ്പിച്ച പരിപാടിയിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ഗഗൻയാൻ ദൌത്യം എത്രയും വേഗം വിക്ഷേപിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. आज भारत सेमी क्रायोजेनिक इंजन और इलेक्ट्रिक प्रोपल्शन जैसी ब्रेक थ्रू टेक्नोलॉजी में तेजी से आगे बढ़ रहा है. जल्द ही आप सब वैज्ञानिकों की मेहनत से भारत गगनयान की उड़ान भी भरेगा और आने वाले समय में भारत अपना स्पेस स्टेशन भी बनाएगा. ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു നൽകിയതാണ് കഴിഞ്ഞ 11 വർഷത്തെ ഏറ്റവും വലിയ പരിഷ്കരണമെന്ന് ബഹിരാകാശ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യവേ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയായും മുൻ സുപ്രീം കോടതി ജഡ്ജി B സുദർശൻ റെഡ്ഡി INDI സഖ്യ സ്ഥാനാർത്ഥിയായും മത്സരിക്കും. അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പും വോട്ടെണ്ണലും. കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും താൽപര്യം സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ ET വേൾഡ് ലീഡേഴ്സ് ഫോറം 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ US വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ദേശ താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുള്ളൂവെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. When it comes to the trade, the interests of farmers, when it comes to our strategic autonomy, when it comes to opposition to mediation, this government is very clear. Our positions are there. If anybody disagrees with us, please tell the people of India that you're not prepared to defend the interests of farmers. Please tell the people of India you don't value strategic autonomy. We do. We will do whatever we have to do to maintain it. തദ്ദേശീയമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങളും എഞ്ചിനുകളും നിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് രാജ്യത്ത് യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. നവീകരണവും സാങ്കേതിക വികസനവും പ്രോത്സാഹിപ്പിച്ചും ആഭ്യന്തര കമ്പനികൾക്ക് അനുയോജ്യമായ വളർച്ചാ അന്തരീക്ഷം സൃഷ്ടിച്ചും ശക്തമായ പ്രതിരോധ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങൾ ഈ മാസം 25 മുതൽ താൽക്കാലികമായി നിർത്തിവച്ച് ഇന്ത്യ. $800 വരെ വിലയുള്ള സാധനങ്ങൾക്കുണ്ടായിരുന്ന ഡ്യൂട്ടി ഫ്രീ ഇളവ് പിൻവലിക്കാനുള്ള അമേരിക്കയുടെ ഉത്തരവിനെ തുടർന്നാണ് തപാൽ വകുപ്പിന്റെ തീരുമാനം. ഇതിനകം ബുക്ക് ചെയ്തതും US അയക്കാൻ കഴിയാത്തതുമായ വസ്തുക്കളിന്മേൽ ഉപഭോക്താക്കൾക്ക് റീഫണ്ട് തേടാവുന്നതാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ $7.45 ബില്യൺ ന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി നടത്തിയതായി സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ചെയർമാൻ DV സ്വാമി. അമേരിക്കയും ചൈനയുമാണ് ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശീതീകരിച്ച ചെമ്മീനായിരുന്നു രാജ്യം കയറ്റുമതി ചെയ്തതിൽ ഏറ്റവും കൂടുതലെന്നും ശ്രീ DV സ്വാമി പറഞ്ഞു. കേരളത്തിലെ കുട്ടനാട്ടിൽ മത്സ്യകൃഷി വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്രമന്ത്രിയുടെ അധ്യക്ഷതയിൽ സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. കുട്ടനാട്ടിലെ കർഷകരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. നെൽകൃഷിയുമായി ചേർന്നുള്ള സംയോജിത മത്സ്യകൃഷി, കൂടു മത്സ്യകൃഷി, ഒരു മത്സ്യം ഒരു നെല്ല്, ബയോഫ്ലോക്ക് മത്സ്യകൃഷി തുടങ്ങിയ രീതികൾ അടങ്ങുന്നതാണ് പദ്ധതി.
കൂൾ സ്കൾപ്റ്റിംഗ് വഴി ശരീരഭാരം കുറയ്ക്കുമെന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് VLCC ലിമിറ്റഡിന് 3 ലക്ഷം രൂപ പിഴ ചുമത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. വലിയ അളവിൽ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുമെന്ന് വിശ്വസിപ്പിക്കുന്ന വ്യാജ ചിത്രങ്ങളും കമ്പനി പ്രചരിപ്പിച്ചതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇത്തരം പരസ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിന് ഏവിയേഷൻ ഉച്ചകോടി വേദിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യോമയാന ചർച്ചകളിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും ഉച്ചകോടി പ്രയോജനപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, നയരൂപീകരണം, വിവിധ മേഖലകളുടെ സഹകരണം എന്നിവയ്ക്കുള്ള ഒരു പ്രധാന വേദിയായാണ് ഈ ഉച്ചകോടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ദേശീയ പ്രാദേശിക വ്യോമയാന ചർച്ചകളിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക, ഈ മേഖലയുമായി ബന്ധപ്പെട്ട നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ ഉച്ചകോടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ചികിത്സയിലുള്ള മലപ്പുറം കാപ്പിൽ സ്വദേശിനിക്കാണ് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 6. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആരോഗ്യവകുപ്പ് ജാഗ്രത ശക്തമാക്കി. കസാഖിസ്ഥാനിൽ നടക്കുന്ന 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ അർജുൻ ബാബുട്ടയ്ക്കും എലവേനിൽ വാലരിവാനും സ്വർണം. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇരുവരുടെയും നേട്ടം. 134ാമത് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഡയമണ്ട് ഹാർബർ FCക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. 1-നെതിരെ 6 ഗോളുകൾക്കാണ് ഡയമണ്ട് ഹാർബർ FCയെ പരാജയപ്പെടുത്തിയത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ യാത്രക്കാർക്ക് ആശ്വാസമായി നിലമ്പൂർ മെമു ഇന്ന് സർവീസ് ആരംഭിക്കും. നിലമ്പൂരിലേക്കുള്ള ട്രെയിനിന്റെ ആദ്യ യാത്ര ഇന്ന് രാത്രി ഷൊർണൂരിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാവേലിക്കര തഴക്കരയിൽ പ്രവർത്തിക്കുന്ന AGP ഫൗണ്ടേഷൻ 10ാം വാർഷികം നാളെ AV സംസ്കൃത സ്കൂളിൽ നടക്കും. മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഫൗണ്ടേഷൻ ചെയർമാൻ മുരളീധരൻ തഴക്കര അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിക്കുകയും ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കിഴക്കൻ രാജസ്ഥാനിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 3 ദിവസം കനത്ത മഴ ലഭിക്കും. അതേസമയം ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വ്യാപക നാശനഷ്ടം. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രമുഖ വ്യവസായി അനിൽ അംബാനിയുടെ വീട്ടിൽ CBI പരിശോധന നടത്തി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് 2000 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി കണ്ടെത്തിയ കേസിലാണ് നടപടി. നേരത്തെ SBIയിൽ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അനിൽ അംബാനിയുടെ കമ്പനിയെ തട്ടിപ്പ് നടത്തിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തുടർ നടപടിയെന്ന നിലയിലാണ് പരിശോധന. തമിഴ്നാട്ടിൽ കുറ്റവാളികൾക്കുള്ള ശിക്ഷാ നടപടിയുടെ ഭാഗമായി ആശുപത്രി വാർഡുകൾ വൃത്തിയാക്കൽ, OP പരിചരണ സഹായം എന്നിവ ഉൾപ്പെടെ 16 സേവനങ്ങൾ നിർബന്ധിതമാക്കി. കോടതികളുമായി കൂടിയാലോചിച്ചാണ് ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയത്. സേവനത്തിന്റെ തരവും ദൈർഘ്യവും കോടതി തീരുമാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിൽ രാജ്യം നേടിയ പുരോഗതിയിലൂടെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും തീരുമാനങ്ങൾ ദേശ താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കുമെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അമേരിക്കയിലേക്കുള്ള സേവനങ്ങൾ ഈ മാസം 25 മുതൽ താൽക്കാലികമായി നിർത്തിവച്ചതായി തപാൽ വകുപ്പ്. പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 7.45 ബില്യൺ US ഡോളറിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി നടത്തി ഇന്ത്യ. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.